നമ്മളിന്ന് ശ്രീസ് വെജ് മെനു എന്ന് പറയുന്ന ചാനലിൽ നിന്ന് കിട്ടിയ ഒരു റെസിപ്പി ചെയ്ത് നോക്കാൻ പോവുക കേട്ടോ. എനിക്ക് മുളകിന്റെ മാത്രം കൃഷിയുണ്ട്, വേറെ അധികം ഒന്നുമില്ല. അതിൽ ഒറ്റ മരത്തുനിന്ന് കിട്ടിയതാണ്. അത് മരം പോലെയായിട്ടുണ്ട്, കാന്താരി മുളകിന്റെ വലിയ മരം പോലെ, എൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട് കേട്ടോ. ആ ഒറ്റ ഒന്നിൽ നിന്ന് കിട്ടിയതാണ് ഇത്ര മുളക്. ഇതില് നല്ല മുളകും ഉണ്ട്, കുറച്ച് പഴുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് എന്തോ പറ്റിയിട്ട് കേടായി പോയി. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഇതെന്തുകൊണ്ടാണ് എന്ന് അറിയെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ. ഞാനിങ്ങനെ ആവശ്യത്തിന് പോയി പറിച്ചെടുക്കുക കേട്ടോ ചെയ്യുക. അതുകൊണ്ട് അവിടെ ഇങ്ങനെ വെച്ചതായിരുന്നു, കണ്ടില്ലേ, എന്തോ ഒരു ഉണങ്ങിയത് പോലെയായി പോയി കേട്ടോ. മുളക് ചുരുണ്ടൊക്കെ പോവുക, കറുത്ത് പോവുക, ഇനി ഇത് കൊഴിഞ്ഞു പോവും. അപ്പൊ ഞാൻ ഇതെല്ലാം അങ്ങോട്ട് പറിച്ച് മാറ്റിയതാണേ. കുറേ മുളക് പോയിട്ടോ, നല്ലതായിരുന്നു, ഭയങ്കര എരിവുള്ള ഒരു 2-3 എണ്ണം മതിയായിരുന്നു. ബാക്കി ചുമന്നത് ഞാന് വിത്തിന് വേണ്ടി വെച്ചതാട്ടോ. അങ്ങനെ വെച്ചതല്ല, എന്തായാലും വിത്താക്കും. പിന്നെ പറിക്കാൻ വൈകിയപ്പോൾ അത് പഴുത്തു പോയതാണേ. ഇതിൽ കുറച്ചെടുത്തിട്ട് നമുക്ക് വിത്ത് പാകണം. ഒരു മരം ആയി വരാൻ ഒരു 3-4 മാസം എടുക്കുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഒരു മരം ഏകദേശം പ്രായമാകുമ്പോഴത്തേക്ക് ഞാൻ വേഗം അടുത്തത് ഉണ്ടാക്കി വെക്കുവേ. അങ്ങനെയാകുമ്പോൾ നമുക്ക് മുളകിന് ക്ഷാമം വരൂല. ഞാൻ മുളക് വാങ്ങാറേ ഇല്ല കേട്ടോ. ഇപ്പൊ കുറച്ചായിട്ട് ഈ മുളക് ചെടി നല്ല ഹൈറ്റ് വന്നിട്ട് ഒരു 2 വർഷത്തോളം നിൽക്കും കേട്ടോ. അപ്പത്തേക്ക് നമ്മൾ ഒരു 3-4 ചെടി വേറെ ആക്കി വെക്കണം. കാരണം 6 മാസം ആവും ഇതൊന്നും ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിന്ന് ഈ നല്ല മുളകില്ലേ, പഴുക്കാത്തതും കേടാവാത്തൊക്കെ ആയിട്ടുള്ള പച്ച, ഇതിപ്പോ വെള്ള കളറാണ്, അത് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കി നോക്കുന്നത്. കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ലേശം ഒരു കുഞ്ഞി നെല്ലിക്കേന്റെ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മളിത് മുഴുവൻ ചെയ്യുന്നില്ല, പകുതി. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിച്ചു നോക്കാൻ പോകുന്നത്. അപ്പൊ ഇഷ്ടമായില്ലെങ്കിലോ, അപ്പൊ കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് ഉപ്പിലിട്ട് വെക്കാം. ഇത് നമുക്ക് അഹാന പറയുന്ന പോലെ ഉപ്പിലിടാം. ഇന്ന് രണ്ടും വേറെ വേറെ ഇതാട്ടോ. അപ്പൊ ഇത്ര മുളകേ ഉള്ളൂ. ഇതില് ചില വലിയതൊക്കെ ഉണ്ടാവും. എന്തായാലും ഒന്ന് നമുക്ക് കീറുകയോ ഓട്ടയാക്കുകയോ ചെയ്യാം കേട്ടോ. ഞാനിപ്പോ ഒരു കത്തിന്റെ മൊന വെച്ചിട്ട് ഇങ്ങനെ ഒരു കുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പും മുളകൊക്കെ പിടിച്ചോളും, അതിന് വേണ്ടിയിട്ട്. ഇതിപ്പോ കീറാൻ നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈയൊക്കെ എരിയും കേട്ടോ. ഭയങ്കര എരിവുള്ള മുളകാണ്. അതുകൊണ്ട് ഒന്ന് കുത്തുക, അതിൻ്റെ നീര് പുറത്ത് വരാത്ത വിധത്തിൽ ഒന്ന് കുത്തിയിട്ട് ഈ പുളിവെള്ളം ഒഴിച്ച് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടി ഇട്ടിട്ട് തിളപ്പിക്കാൻ വെക്കുക എന്നാണ് കേട്ടോ അതിൽ പറയുന്നത്. കാന്താരി മുളക് തന്നെ വേണ്ടാന്നും പറയുന്നുണ്ട്, ഏത് മുളകിലും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാന്താരി കിട്ടിയത് കൊണ്ട് ഞാൻ അതും വെച്ചിട്ട് അങ്ങ് ചെയ്യണേ. അപ്പൊ പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചു, പുളിവെള്ളം ഒഴിച്ചു. ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതിയേ, അധികം ഇടണ്ട കേട്ടോ. ഇത് വറ്റിക്കുന്നതാണ്, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി. കുറച്ച് ഉപ്പേ ഇട്ടിട്ടുള്ളൂ, ഇത് വറ്റുമല്ലോ. അപ്പൊ ഇനി ഉപ്പ് അധികമായി പോകണ്ടെന്ന് ഇരിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും. ഇനി കുറച്ച് കായത്തിന്റെ പൊടിയാണേ വേണ്ടത്, അത് ഒരിത്തിരി ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇത്രയൊക്കെ മതി എന്നാണേ പറഞ്ഞത്. അതില് നമ്മൾ എടുക്കുന്ന മുളകിനനുസരിച്ചിട്ടാണ് പുളിയും ഉപ്പും കായവും ഒക്കെ. അപ്പൊ ഇത് നല്ലോണം ഇളക്കി. ഇനി നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ച് വറ്റിക്കണേ. നമ്മളെ മുളകറിയൊക്കെ വെക്കുന്നത് പോലെ വറക്കുക അതൊന്നുമില്ല കേട്ടോ. നല്ല സുഖാണേ, എളുപ്പ പണിയാണ് കേട്ടോ. അത് ലാസ്റ്റ് എന്നിട്ട് ലേശം വെളിച്ചെണ്ണ ഒറ്റിക്കുക, അതാണ് പരിപാടി. അപ്പോൾ അത് അവിടെ ആവുമ്പോഴത്തേക്ക് ഞാൻ ഈ ബാക്കിയുള്ള മുളകില്ലേ, അത് ഇനി കീറുന്നൊന്നുമില്ല കേട്ടോ. വലിയ പാത്രമാണ്, ചില്ല് തന്നെ വേണ്ടതുകൊണ്ട് ഇതേ ഇപ്പോൾ ഒഴിവുള്ളൂ. നമുക്ക് ഇതിലേക്ക് ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് വിനാഗിരിയും ഉപ്പും ഇട്ടിട്ട് വെക്കാം. അപ്പൊ ഈ കഞ്ഞിക്കൊക്കെ കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. കുറച്ച് എരിവ് കുറയുകയും ചെയ്യും. ഓരോ മുളക് ഇങ്ങനെ കടിക്കാൻ നല്ലതാണേ. മുളകാവുന്നതിന് ഇതിൽ കൊണ്ടുവന്നിട്ടാൽ ഈ കുപ്പി ഇങ്ങനെ നിറഞ്ഞു വരും. ഇതിലേക്കും വേറെ ഒന്നുമില്ല, ഉപ്പും വിനാഗിരിയും. വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ, തീരെ ഒഴിക്കുന്നില്ല. വിനാഗിരിന്റെ വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചാലിച്ച് കഴിക്കാനോ കഞ്ഞിക്ക് കടിച്ച് കഴിക്കാനൊക്കെ നല്ലതാണേ. അതാ ഇതിന്റെ പണിയും കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് മുളകിന് നല്ലോണം മഴയൊക്കെ മാറിയാൽ വളമൊക്കെ ഇട്ടാൽ മുളക് ഇഷ്ടം പോലെ ഉണ്ടാവുകയെ. നല്ലോണം മുളക് തരുന്ന ചെടിയാട്ടോ അത്. ഇതിങ്ങനെ ആവാൻ ഒരു 3-4 ദിവസം പിടിക്കും. അപ്പത്തേക്ക് നമുക്ക് മറ്റേ മുളകുണ്ടല്ലോ കൂട്ടാൻ, ദോശയ്ക്കൊക്കെയാണ് കൂട്ടുക. ചോറിപ്പം ഞാൻ അധികം കഴിക്കലില്ല കേട്ടോ, കുറവാ കഴിക്കുന്നത്. ഓട്സിന്റെ കഞ്ഞിയും ഗോതമ്പ് കഞ്ഞിക്കൊക്കെ ഇത് കൂട്ടാൻ നല്ല ടേസ്റ്റ് ആണേ.
അപ്പോഴത്തേക്ക് നമ്മളുടെ പുളി കുറേ വറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ തീ നല്ല കൂട്ടി തന്നെയാണ് ഇട്ടത്, കുറച്ചിട്ടൊന്നുമല്ല. ഇത്രയും ഉണ്ടായിരുന്നു, അതിപ്പോ ഇത്രയും വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയും കുറച്ചും കൂടി വറ്റാനുണ്ടേ. കണ്ടില്ലേ, കുറച്ചും കൂടി നല്ലോണം വറ്റി വന്നാലാണ് എണ്ണ ഒറ്റിക്കണ്ടേന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ ഇതിപ്പോ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഇനി ഒരു 2 മിനിറ്റിന്റെ ഉള്ളിലാവുമ്പോഴത്തേക്ക് ഇത് ആവും കേട്ടോ. പറയുമ്പോഴത്തേക്ക് ആയിട്ടുണ്ടേ, നല്ലോണം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒറ്റിക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം വരട്ടി എടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു മണമൊന്നും ഇല്ല കേട്ടോ, പ്രത്യേകതയുള്ള ഒരു മണമൊന്നും വന്നിട്ടില്ല ഇതുവരെ. സാധാരണ പുളിയൊക്കെ വറ്റുമ്പോ ഒരു നാറ്റം വരാനുണ്ട്, അതൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിനി അധികം ഇളക്കിക്കൊണ്ട് നിൽക്കാം, അല്ലെങ്കിൽ ഇനി അടിയിൽ പിടിച്ചു പോയാലോ. ഇളക്കുമ്പോ ഇനി മുളക് പൊട്ടിപ്പോവോ എന്നുള്ള പേടി അതും ഉണ്ടേ. ഇതിപ്പോ മുളക് വെന്തോന്ന് എനിക്കൊരു സംശയമുണ്ട്, കാരണം കണ്ടിട്ടൊരു വേവാത്ത പോലെ ഉണ്ടേ. എന്തെങ്കിലും കുഴപ്പം വന്നോ എന്തോ, പുളിവെള്ളം കുറച്ച് കുറഞ്ഞു പോയോ എന്താ അറിയില്ല. പക്ഷെ മുളക് പച്ചയ്ക്കും കഴിക്കുന്നതല്ലേ, അതുകൊണ്ട് പിന്നെ അതൊരു പ്രശ്നമാക്കുന്നില്ല കേട്ടോ. ഇപ്പൊ ഇതെന്ത് ചൂടൊന്ന് ആറണം, എന്നാലേ നമുക്ക് കഴിച്ചു നോക്കാൻ പറ്റുള്ളൂ. ഇത് ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ടേ. ഈ പുളീന്റെ ഒരു ഇതില്ലേ, വെളിച്ചെണ്ണയിൽ വരേണ്ട ഈ പുളീന്റെ അത് കൂട്ടി കഴിക്കണം എന്നാണ് അവര് പറയുന്നേ. കാണുമ്പോ തന്നെ കൊതിയാവും കേട്ടോ നമുക്ക്. അപ്പൊ ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ടും കൂടി കറക്റ്റ് പറയാം. ഇത് ഇവിടേക്ക് വെക്കാം, എന്നിട്ട് ഒരു ദോശ ഉണ്ടാക്കിയിട്ട് ദോശയ്ക്ക് കൂട്ടി വെക്കാം കേട്ടോ. ഞാനിപ്പോ ഇതിന്റെ ഉപ്പ് നമ്മൾ ലേശല്ലേ ഇട്ടുള്ളൂ ആദ്യം. ആ പുളിവെള്ളം വറ്റിയപ്പോൾ ഉപ്പിന്റെ സ്ഥിതി എന്താണെന്ന് നമുക്കൊന്ന് സ്വാദ് നോക്കണേ. കാണുമ്പോ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നൊന്നുമില്ല കേട്ടോ, അങ്ങനെ കൊതിപ്പിക്കുന്ന പോലത്തെ ഒരു ചുവപ്പൊന്നുമില്ല. ഞാൻ ജസ്റ്റ് കുറച്ചെടുത്തിട്ടൊന്ന് സ്വാദ് നോക്കി. പഴകിയ പുളി ആയതുകൊണ്ട് പുളിക്ക് ഭയങ്കര പുളിയാട്ടോ. അപ്പൊ പുളി അധികമാവോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. ഇത്തിരി ഇട്ടിട്ടുള്ളൂ, എന്നിട്ടും ഇതിനിപ്പോ ലേശം ഉപ്പിന്റെ കുറവാണ് സ്വാദ് നോക്കിയപ്പോ ഉള്ളത്. അപ്പൊ നമുക്ക് ഒരു പൊടി ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിങ്ങനെ ഇട്ടാൽ മതിയോന്നും എനിക്കറിയില്ല കേട്ടോ, ആദ്യം തന്നെ ഇടേണ്ടി വരുമായിരുന്നോന്ന്. ഏതായാലും ലേശം ഉപ്പ് ഇട്ടിട്ട് ഞാനൊന്ന് ഇളക്കുന്നുണ്ടേ. അപ്പൊ ഇത് ഇപ്പൊ എന്താ സ്വാദ് എന്ന് എനിക്ക് തോന്നിയത്, മുളകറീന്റെ സ്വാദല്ല കേട്ടോ, ഒരു സ്വാദ് അത്രേ ഉള്ളൂ. പിന്നെ ഇത് കൂട്ടിയിട്ട് ഇതിന്റെ കൂടെ എന്തെങ്കിലും ഇല്ലാതെ നമുക്ക് ചോറൊന്നും കഴിക്കാൻ പറ്റില്ല. അവര് പറയുന്നുണ്ട് തൈരിന്റെ കൂടെ ചോറിന് കൂട്ടിയാൽ നല്ല സ്വാദായിരിക്കും. നമ്മൾ കാന്താരി മുളക് ഉടയ്ക്കൂലേ, അതേപോലെ തന്നെ അതിൽ ലേശം പുളിയും ഉപ്പും പിന്നെ ആ കായത്തിന്റെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്വാദും അതാണേ ഉള്ളത്. നല്ല എരിവ് വേണമെന്നൊക്കെ തോന്നുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കിയാൽ മതി. ഇപ്പൊ എരിവ് വേണമെന്ന് തോന്നുമ്പോൾ നമുക്ക് കാന്താരി ഉടച്ച് കഴിച്ചാലും മതി, ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇതിപ്പോ അത്ര കഷ്ടപ്പാടില്ല, എന്നാലും പുളിയൊക്കെ വറ്റിച്ച് ഒക്കെ സമയം എടുക്കുമല്ലോ. അതിലും ഭേദം 2 കാന്താരി എടുത്ത് ഉടച്ച് കുറച്ച് മുളകും കൂട്ടി ലേശം ഒരു തുള്ളി എണ്ണ ഉറ്റിച്ച് കഴിച്ചാ ഇതിലിപ്പോ ഞാനിപ്പോ കഴിച്ചു നോക്കിയതില് ഒരു മോശമായിട്ടുള്ള ഒരു സ്വാദില്ല, അതിഭീകരമായിട്ടുള്ള ഒരു സ്വാദും ഇല്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്റെ സ്വാദ്, ഞാൻ മുളാക്കറിയൊക്കെ ഇഷ്ടംപോലെ കഴിക്കുന്ന ആളാണ്, അതുകൊണ്ട് എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. പുളിയൊക്കെ പിടിച്ചിട്ട് മുളകിന്റെ എരിവ് ലേശം കുറഞ്ഞിട്ടുണ്ടേ. ശ്രീന്റെ വീഡിയോ ഒക്കെ ഞാൻ കാണുന്നതാണ്, അതിലുള്ളതൊക്കെ മിക്കതും ഞാൻ ഉണ്ടാക്കി നോക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇതും ഉണ്ടാക്കി നോക്കിയത്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ, സ്വാദൊക്കെ ഉണ്ടേ. അവരെ ചാനലിൽ നിന്ന് നിങ്ങളിത് കണ്ടിട്ടുണ്ടായിരുന്നോ? ഇപ്പൊ എന്റെ ചാനലിലും കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ. കുക്കിംഗ് വീഡിയോസ് ഉണ്ട്, ട്രാവൽ വീഡിയോസ് ഉണ്ട്, അമ്പലങ്ങളതുണ്ട്, പള്ളീൻ്റെതുണ്ട്, ഇവന്റ്സിൻ്റെതുണ്ട്. ഇതൊക്കെ അതിലത്തെ ചെറിയതാണ്. ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്ക് കേട്ടോ.